ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരമലൈസ്ഡ് പായസം റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്ത് ക്യാരമലൈസ് ചെയ്യുന്നുണ്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഇത് കളർ മാറി നല്ല ക്യാരമലൈസ്ഡ് കളറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടയും ചൗവരിയും കൂടി നന്നായിട്ട് വേവിച്ച് വെക്കാം. ആ വേവിച്ച് വെച്ച ചൗവരിയും അടയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ നമുക്കൊരു കവർ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കുന്ന സമയത്ത് ഇതൊഴിച്ച ഉടനെ താഴെ കിടക്കുന്ന ക്യാരമലൊക്കെ നല്ല കട്ടിയായിട്ടുണ്ടാവും. അത് സാരമില്ല, കാര്യമാക്കണ്ട, അത് നമുക്ക് മെൽറ്റായി പൊക്കോളും. ബുദ്ധിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് സിനിമയിൽ പറയുന്ന പോലെ ഇതിൽ ഇളക്കിയില്ലെങ്കിൽ നമ്മുടെ പാലട, അതായത് ക്യാരമലൈസ്ഡ് പായസം കൊളായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുമാതിരി ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയൊക്കെ ആയോ എന്നൊന്ന് നോക്കാം. പാലും അടയും ചൗവരിയും മാത്രമേ ഉള്ളൂ, പഞ്ചസാരയും. അതൊന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ ഒരു കവർ പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുറുകി വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല അടിപൊളി പായസമായിട്ടുണ്ട്. അതിലൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കുടിക്കാം. ഇത്രയേ ഉള്ളൂ, അടിപൊളി പായസം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റ.